ഞാനെന്താ വണ്ടിക്ക് മുമ്പിൽ ചാടാൻ തയ്യാറായി നിൽക്കുകയാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? എന്നാൽ നിങ്ങൾക്ക് തെറ്റിപ്പോയിട്ടോ. എല്ലാവർക്കും അമ്മൂസ് ട്രാവലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ദുബായ് കാഴ്ചകളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇന്ന് ഉച്ചഭക്ഷണം പുറത്തുനിന്നാക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദുബായ് JLT, അതായത് ജുമേറ ലേക്ക് ടവറിലെ പഞ്ചാബി റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങളുടെ യാത്ര. അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ചകളാണിത്. അപ്പോൾ ഇത് കാണാൻ വേണ്ടി അമ്മൂസ് ട്രാവലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. ടിക്കറ്റ് എടുക്കാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് യാത്ര തുടരാൻ തയ്യാറായിക്കോളൂ. അപ്പം കാണാമല്ലേ ഈ മനോഹര കാഴ്ചകൾ. നിങ്ങൾ ദുബായിലുള്ളവരാണെങ്കിൽ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കണം. നല്ല സ്വാദിഷ്ടമായ ഭക്ഷണമാണ്. അവരുടെ സർവീസും നല്ല രസമാണ്. അപ്പോൾ അതിനേക്കാൾ രസമാണ് അവർ വിളമ്പുന്ന പാത്രങ്ങൾ, അതൊക്കെ കണ്ടറിയാം. ഞങ്ങളോട് എത്തുമ്പോൾ 2:45 കഴിഞ്ഞിരുന്നു. ഒരു ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബോംബെക്കാരായ അവരുമായി പരിചയപ്പെട്ടു. അപ്പോൾ അവരുമായി നമുക്കൊന്ന് സംസാരിക്കാം. ഹായ്, ഹലോ, ഹൗ ആർ യു? ഓൾ ആർ ഫൈൻ. സോ വെരി happy to meet you people. You are from which place of? We are from Mumbai. Mumbai. All are from Mumbai? Yes. Then introduce yourself. Yeah, I'm Bharat Kartare. Bharat. Mumbai. Yeah. Then I'm Rohit Kartare. loudly otherwise. Yeah, she's there. I'm Shabri Kartare. I'm Namrata Kartare. I'm Kamini Kartare. Then you are in Dubai only? Yes. Yeah. How many years you are here? Like almost 15 years. 15. I was in Alain 36 years. Then now I came for a vacation to stay with my son and family. Happy to meet you all. Good to see you. Then you enjoyed. My name is Padmini. Then my travelog's name is Ammoos Travelogue. Almost AMOOS. Yes, Ammoos Travelogue. കഴിഞ്ഞ ആഴ്ച അവർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നതായി പറഞ്ഞു. കുമരകത്തും കൊച്ചിയിലുമായി അവർ ഉണ്ടായിരുന്നു. അടുത്ത തവണ അവർ തൃശ്ശൂർക്ക് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല കളർഫുള്ളായ ഡെക്കറേഷൻസ്, മനസ്സിന് വളരെ സന്തോഷം തോന്നുന്ന ഒരു അന്തരീക്ഷം. ലിജ്ജത്ത് പപ്പടം ചട്നി കൂട്ടി ഞങ്ങൾ കഴിച്ചപ്പോൾ ലസ്സിയിൽ മുക്കി കഴിക്കാനാണ് മോൾ ഇഷ്ടപ്പെട്ടത്. നല്ല രസികൻ മാംഗോ ലസ്സി. എന്നാൽ ഈ മസാലക്കോള ആർക്കും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കാണാനുള്ള ഭംഗി പോലെ തന്നെ നല്ല രുചിയുള്ളതാണ് കേട്ടോ എൻ്റെ വെജിറ്റബിൾ സ്റ്റാർട്ടർ. പക്ഷേ എരിവ് ഇത്തിരി കൂടുതലായതുകൊണ്ട് ഞാൻ കഴിച്ചില്ല എന്ന് മാത്രം. നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വരാൻ കുറച്ച് സമയം എടുക്കും തോന്നുന്നു. അപ്പോൾ നമുക്ക് ഈ ചുറ്റുവട്ടത്തിലുള്ള ചിത്രങ്ങളൊക്കെ ഒന്ന് കാണാമല്ലേ. നല്ല ഭംഗിയിൽ അലങ്കരിച്ചേക്കാണ് ചുറ്റുവട്ടം. അപ്പോൾ നമുക്കതൊന്ന് കണ്ടാലോ. ആഹാരത്തിനോടൊപ്പം നിങ്ങൾക്ക് ചുമരിലെ ചിത്രങ്ങളും കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് കരുതുകയാണ്. അതുകൊണ്ട് ഞാനതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ നാട്ടിലെ പഴയ ഇസ്തിരിപ്പെട്ടിയുടെ രൂപത്തിലൊരു സാധനം നമ്മുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കുന്നത് കണ്ടത്. അത് തുറന്നു നോക്കിയപ്പോഴല്ലേ കാഴ്ച രസം. ഞങ്ങൾ ഓർഡർ ചെയ്ത ചിക്കൻ വിഭവമായിരുന്നു അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. നല്ല ഭംഗിയിൽ അലങ്കരിച്ച ചിക്കൻ വിഭവം. കാണാനുള്ള അതുപോലെ തന്നെ രുചിയും നല്ല രുചിയായിരുന്നു കേട്ടോ. അധികം എരിവൊന്നും ഉണ്ടായിരുന്നില്ല, നല്ലപോലെ സോഫ്റ്റായിരുന്നു. പിന്നെ കൊണ്ടുവന്ന ഒരു ചെറിയ പ്രഷർ കുക്കർ അങ്ങനെയാണ്. അത് തുറന്നു നോക്കിയപ്പോൾ അതിൽ ഓർഡർ ചെയ്ത മട്ടൻ്റെ വിഭവമാണ്.
നമ്മളോട് പെർമിഷൻ എടുത്തിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെയാണ് അവർ ഡെക്കറേറ്റ് ചെയ്യുന്നതൊക്കെ. എന്നിട്ട് അവരെന്നെ സെർവ് ചെയ്ത് തന്നിട്ട് ചൂടോട് കൂടിയിട്ട് എല്ലാം നമുക്ക് അവർ സെർവ് ചെയ്ത് തരുന്നു. സമയം 3:30 കഴിഞ്ഞു. ഇവരിപ്പോൾ ഹോട്ടൽ അടയ്ക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇനി വേറെ ഒന്നും ഓർഡർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള എൻ്റെ സൂചനയായിരുന്നു അത്. വയറിനോടൊപ്പം മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്നും പുറത്തിറങ്ങിയത്. ഈ JLTയിലത്തെ കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ കാണാമല്ലേ. കുറച്ച് ദൂരത്തെ കാഴ്ചകൾ ഞാൻ പകർത്തുന്നുണ്ട്. തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങളിപ്പോൾ. ഇന്നത്തെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാഴ്ചകളുമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും എത്തും. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. ഇനിയും പുതിയ കാഴ്ചകളുമായി എത്തുന്നതുവരയ്ക്കും നമസ്കാരം പറയുന്നു. സസ്നേഹം, നിങ്ങളുടെ PM കോങ്ങാട്ടിൽ അമ്മു.